പ്രണയമെന്ന മൂന്നക്ഷരം കാമമെന്ന രണ്ടക്ഷരവുമായി ചേർത്ത് വെച്ചിട്ട് സ്നേഹിച്ച പെണ്ണിനെ കിടപ്പറയിൽ കൊണ്ടുപോയി എല്ലാം കവർന്നെടുത്തിട്ടത് പിന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ക്യാമറയിലൂടെ അന്യനെ രസിക്കാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന പെണ്ണിന്റെ ചാരിത്രത്തെ കവർന്നെടുക്കുന്ന പെണ്ണാണ് പറ്റിക്കപ്പെടേണ്ടത്. പച്ചപ്പൊട്ടിപ്പെണ്ണെ നീ ഒരു പൊട്ടിയായി പോയല്ലോ. എന്നെ കാണാമെന്ന ചെറുപ്പക്കാരന് വേണ്ടത് നിന്റെ സൗന്ദര്യമാണ്. കൊയിലാണ്ടിക്കടുത്ത് കല്യാണ പന്തലിൽ നിന്ന് വരൻ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇറങ്ങിപ്പോയ പെണ്ണ്, കല്യാണത്തിന്റെ സ്വർണ്ണാഭരണമായി ഇറങ്ങിപ്പോയ പെണ്ണ്, കേരളം ചർച്ച ചെയ്ത പെണ്ണ്. ആ പെണ്ണ് 3 ദിവസം കഴിഞ്ഞപ്പോ കോടതിയിൽ ഹാജരാക്കി. അവൾ അന്ന് വൈകുന്നേരം അവരുടെ നിസ്കാര തടമ്പുള്ള നെറ്റൂര് കുങ്കുമപ്പൊട്ട് കെട്ടി അവളെ ശരിക്കിന്റെ പാതയിലോട്ട് കടന്നു വന്നു. 3-ാമത്തെ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കൊടുത്തപ്പോ സ്വർണ്ണമില്ലാതെ വന്ന പെണ്ണിനെ ഉപേക്ഷിച്ചു പോയി. കല്യാണപ്പന്തൽ നിന്ന് ഇറക്കിപ്പോയ കാമുകന് എടീ പച്ചപ്പൊട്ടി പെണ്ണ്, നിന്റെ തൊലിവെളുപ്പ് കണ്ട് നിന്റെ സ്വർണ്ണത്തിന്റെ മഞ്ഞലോകത്തിന്റെ പതക്കം കണ്ട് കാത്തു വന്നവനെ കാമുകനാക്കി സമർപ്പിച്ചു പോയ പ്രണയമെന്ന മൂന്നക്ഷരത്തിന് മുമ്പ് വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന് വിലയില്ലാതെ പോയ ഇതെന്തോ ഒരു പ്രേമമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ജന്മത്തിന്റെ മുഴുവൻ കടപ്പാടുകളും ഇന്നലെ കണ്ട ചിരിയുടെ മുകളിൽ വെളുപ്പിച്ചു പോകുന്ന അഭിനവകാര പ്രേമത്തിനോട് ഇതിനു മുമ്പും പ്രണയമുണ്ടായിട്ടുണ്ട് മക്കള്. പ്രണയമെന്നത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവരും പ്രണയിച്ചിട്ടുണ്ട്, എല്ലാവരും പ്രേമിച്ചിട്ടുണ്ട്. സഹാബത്തിന്റെ ഇടയിൽ പ്രേമമുണ്ടായിട്ടുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ ആധികാരിക ഗ്രന്ഥമായ ഇമാമുനാ ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ബുഖാരിയിലെ 1-ാമത്തെ ഹദീസ് ഏതെന്നറിയുമോ? ഇന്നമൽ അമാലു ബിന്നിയാത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ഹബീബായ നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ ആ ഹിജ്റ പോയ സംഘത്തിൽ ഒരു സുന്ദരി പെണ്ണുണ്ടായിരുന്നു. അവളുടെ പേരാണ് മുഹാജിർ ഉമ്മു ഖൈസ്. ആ പെണ്ണ് ഹിജ്റ പോയപ്പോ അവളെ പ്രേമിച്ചൊരു കാമുകനുമുണ്ടായിരുന്നു. അവനും ഹിജ്റ പോകുന്ന സംഘത്തിന്റെ കൂടെ കൂടി അള്ളാന്റെ പ്രതിഫലം ഉദ്ദേശിച്ചിട്ടല്ല, തന്റെ കാമുകിയുടെ കൂടെ സഞ്ചരിക്കാൻ. അപ്പോഴാണ് മുത്തുനബി ഹദീസ് പറഞ്ഞത്, അള്ളാഹ്ക്ക് വേണ്ടി ഹിജ്റ ചെയ്തവന് പ്രതിഫലമുണ്ട്. ومنكانت هجرته إلى الدنيا يصبها أمرأة ينكحها. ഒരു പെണ്ണിന് വേണ്ടി ഹിജ്റ ചെയ്തവന് ആ പ്രതിഫലമല്ലാതെ കിട്ടുകയില്ല. ആ കാലഘട്ടത്തിലും പ്രണയമുണ്ടായിട്ടുണ്ട്. ലോക ചരിത്രത്തിന്റെ ക്ലാസിക് പ്രണയമാണ് ലൈലയും മജ്നൂനും. കറുകറുത്ത കറുമ്പി പെണ്ണായ ലൈലയെ സ്നേഹിച്ച മജ്നൂന് ഏറ്റവും വലിയ ക്ലാസിക് ത്രില്ലറാണ്. അശ്ലീലം കലർന്ന പ്രണയമുണ്ടായിട്ടുണ്ട്. അതാണ് ഇംറുൽ ഖൈസിന്റെ പ്രണയം. അത് ഞാൻ ഇവിടെ തൽക്കാലം നിങ്ങളോട് പറയുന്നില്ല. ആ ഗ്രന്ഥം പിന്നെ നിങ്ങൾ റെഫറൻസിന് ഉപയോഗിച്ചാലോ. അശ്ലീലം കടന്ന പ്രണയമാണ് ഇംറുൽ ഖൈസിന്റെ. എന്ന് പാടിയ പ്രണയം. എന്റെ അർത്ഥവും പറയില്ല, ഗ്രന്ഥവും പറയില്ല. അർത്ഥറിയാവുന്ന ഉസ്താദ്മാരിരുന്ന് ചിരിക്കുന്നുണ്ട് അല്ലെ? സബുൽ മുല്ലക്കല്ലേ അല്ലേ? സബുൽ മുല്ലക്ക 18 വർഷമായി ഞാൻ ആ കിതാബ് ഓതിട്ട് പിന്നെ ഇപ്പഴാ ഓർക്കണം. فمثلك هبلاك تركت ومرله فألقيتها نبي تمائم غيري. എന്ന് പാടി ഇംറുൽ ഖൈസിന്റെ പ്രണയമുണ്ടായിട്ടുണ്ട്. ആ പ്രണയമുണ്ടാകുമ്പോഴും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രേമം ഈ കാലത്തിന് മാത്രം പ്രത്യേകതയല്ല. ഒരു ചെറുപ്പക്കാരൻ മക്കയിൽ നിന്ന് ഇശാനുസ്കാരങ്ങളിൽ വീട്ടിലോട്ട് പോകുമ്പോ തന്റെ കാമുകിയുടെ വീടിനടുക്കിലൂടെയാണ് നടന്നു പോകുന്നത്. പാതിരാത്രി തന്റെ കാമുകിയെ കണ്ടപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ, എനിക്ക് നിന്നോട് പ്രണയമാണ് പെണ്ണ്, നിന്നോട് എനിക്ക് മോഹമാണ് പെണ്ണ് എന്ന് ചിരപരിചിതനായ കാമുകന്റെ ആത്തയിൽ പറഞ്ഞപ്പോ ആ പെൺകുട്ടി തിരിച്ചു നിന്നിട്ട് പറഞ്ഞവത്രേ, എന്റെ പ്രിയപ്പെട്ട കാമുക, ഈ പറഞ്ഞ പ്രണയമുണ്ടല്ലോ ഒരു കബൂഹാരിയോമിത്തകാബുനി, നാളെ പരലോകത്തിന്റെ മഹിഷറയിലേക്ക് അത് പ്രയോജനം ചെയ്യുമെങ്കിൽ ആ പ്രണയത്തിന് ഞാൻ തയ്യാറാണ്. മഹിഷറയിൽ പ്രയോജനമില്ലേ, ആ പ്രണയത്തിലേക്ക് ഞാൻ വരില്ലെന്ന് മറുപടി പറഞ്ഞു. മക്കയിലെ സ്വാലികത്തായ പെൺകുട്ടി
അതുകൊണ്ട് പ്രണയത്തിലകപ്പെട്ടു പോയാ അറിയാതെങ്കിലും ഒരു കാമുകയെ ചുംബിച്ചിട്ടുണ്ടോ എന്ന് സഹാബത്തിനും അത് സംഭവിച്ചിട്ടുണ്ടോ? ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, ഒരു ദൗർലഭ്യത്തിന്റെ നിമിഷത്തിൽ ഞാനൊരു പെണ്ണിനെ ചുംബിച്ചു യാ റസൂലല്ലാഹ്, എന്നെ എറിഞ്ഞു കൊല്ലണേ യാ റസൂലല്ലാഹ്, നബിയേ എന്നെ ഒന്ന് എറിഞ്ഞു കൊല്ലണേ നബിയേ. ഞാൻ അറിയാതെ ചുംബിച്ചു പോയി. വേറൊന്നുമില്ല. എന്താ ഉഷാറ് കേൾക്കാൻ? നരകമൊന്നും പറയേണ്ട വാക്കവി, ഇതങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് സുഖിച്ചങ്ങോട്ട് ഇരുന്ന. എന്താ പറഞ്ഞത്? നബിയെ, ഞാൻ എന്റെ കാമുകയെ അറിയാതെ വന്ന് ചുംബിച്ചുപോയി. എനിക്ക് പേടിയാണ് നബിയെ, എനിക്ക് നരകത്തെ പേടിയാ, എനിക്ക് ഖബറിനെ പേടിയാ. തൗബ ചെയ്യാതെ ഞാൻ പോയാൽ നാളെ ഖബറിൽ എനിക്ക് കിടക്കേണ്ടതാണ്. അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ല്. തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തു എന്നുള്ള ബോധം ഉണ്ടാവും. തെറ്റ് ചെയ്താൽ ഞാൻ ചെയ്തത് തെറ്റാണെന്നൊരു ബോധം ഉണ്ടാവണം. അവൻ നല്ലവനാണ്. തെറ്റ് ചെയ്തിട്ട് പിന്നെ തെമ്മാടി അത് തെറ്റല്ല എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 9 രൂപ വെച്ച് പലിശ മേടിക്കണവനോട് മുസ്ലിയാർ പറഞ്ഞു, എടാ നീ പേടിക്കണ പലിശ, ഇത് വല്ലാത്തൊരു കൊള്ള പലിശയാണ്, അള്ള നിന്നെ ശിക്ഷിച്ചു കളയും, അള്ള ഇതൊക്കെ കാണാനുണ്ട്. അവൻ പറഞ്ഞു, ഉസ്താദേ, അള്ള മോളിൽ ഇരുന്നിട്ട് കീപ്പോട്ട് നോക്കിയാൽ 9 6 കാണുള്ളൂ. അങ്ങനെ പറഞ്ഞ ഇന്റർനാഷണൽ ജാഹിലിനോട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നബി എന്നെ എറിഞ്ഞു കൊല്ലു നബിയെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബി നീ ചുംബിച്ചതല്ലേ ഉള്ളൂ, അതുകൊണ്ട് നിസ്കാരത്തെ വർദ്ധിപ്പിക്കാൻ പറയുന്നത് ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഒരു പരിഹാരമാണ്. വെറുതെ ഞാൻ വാതു പറഞ്ഞു, കുറെ ചരിത്രം പറഞ്ഞു പോയി. ഇല്ല, ബി പ്രാക്ടിക്കൽ. ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ വാതു പറഞ്ഞു, കുറെ കഥ പറഞ്ഞു, നിങ്ങൾ കരഞ്ഞു, ഞാനും കരഞ്ഞു, അത്യാവശ്യത്തിന് കാര്യം കിട്ടി, വാൾ അവസാനിപ്പിച്ചു. ഇത് ബി പ്രാക്ടിക്കൽ. നിങ്ങൾക്ക് ചെയ്യാനാണ്. 2 മണിക്കൂർ കഴിഞ്ഞിറങ്ങുമ്പോ എന്ത് ബാക്കവി പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പഠിക്കാൻ കഴിഞ്ഞു എന്ന ഒരു ബോധം നമുക്കുണ്ടാവും. ആ സമയത്താണ് ആയത്തിറങ്ങിയത്. നബിയെ ആ സഹാബിയോട് പറയുക, അഖിമിസ്സലാത്ത തറഫിയന്നാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത് ദാലിക ദിക്റാ ലിൽദാകിരീൻ. അറിയാതെ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ സ്പർശിച്ചു പോയ ആ ചെറുപ്പക്കാരനോട് പ്രായശ്ചിത്തമായി അഖിമിസ്സലാത്ത തറഫിയന്നാരി വസുലഫൻ മിനൽ ലൈൽ, പകലുകളിലെ കൃത്യമായി നിസ്കരിക്കാൻ പറയും നബിയേ, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ പറയും നബിയേ. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്, നന്മകൾ കൂടുതൽ ചെയ്താൽ ചെയ്ത തിന്മകൾ ഇല്ലാതാകും നബിയേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിങ്ങളൊക്കെ തെറ്റ് ചെയ്തവരാണ്, ചെയ്യാത്തവരാരുമില്ല. തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മാർഗം 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, നിസ്കാരം കൃത്യമാക്കുക. ചില ചെയ്തൂടെ ഒന്ന് ഉഷാറാവി. എന്താ ഒരു ഉഷാറിയത്തില്ലാത്തത്? നിസ്കാരം കൃത്യമാക്കി 2 നന്മകൾ പരമാവധി. തിന്മകൾ എത്ര കൂടുതൽ ചെയ്തോ അതിനനുസരിച്ച് നന്മകൾ കൂടുതൽ ചെയ്യുക.